ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും തിരക്കിലായിരിക്കൂലേ, നനച്ചുളിപ്പണിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനും ഇതാ നനച്ചുളിപ്പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം മക്കൾ കിടക്കുന്ന റൂമോട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അതിനൊരു കാരണം കൂടി ഉണ്ട്. ഇത് മക്കൾ കിടന്നിരുന്ന റൂമിൽ പഴയ കട്ടിലാണ്. ഇതുവരെ ഈ താഴത്തെ റൂമിൽ കിടന്നിട്ടുണ്ടായിരുന്നത് ഫിദു ആണ്. അപ്പോൾ ഫിദുവിനിപ്പോൾ മുകളിൽ കട്ടിലും ബെഡൊക്കെ റെഡി ആയിട്ട് അവൻ അങ്ങോട്ടേക്ക് മാറി. അപ്പോൾ അതാ ഷിനുവിനും അച്ഛനും കിടക്കാൻ വേണ്ടിയിട്ട് പുതിയ കട്ടിലൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് പുതിയ കട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം എത്തുന്ന കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന കട്ടിൽ ഇതാ അയച്ചിട്ട് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ അനീഫ്ക കടയിൽ കൊണ്ടുപോകും. വാടകക്കാർക്ക് ഒരു കട്ടിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള പഴയ കട്ടിൽ അയച്ചു വെച്ചതാണ്. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതാ എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് ചില സമയത്ത് ക്ലിയറായി കിട്ടില്ല കേട്ടോ വീഡിയോ. അപ്പോൾ അനീഫ്ക്കപ്പം ഈ ഒരു ഭാഗമൊക്കെ മാറാലൊക്കെ തട്ടി, അതേപോലെ ആ റേക്കിലൊക്കെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷിനുവിൻ്റെ ഫസ്റ്റ് ടൈമിലെ പുസ്തകങ്ങളൊക്കെ, 6th തന്നെ ഫസ്റ്റ് ടൈമിലെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് താഴോട്ട്. എന്നിട്ട് ആ ഭാഗം റേക്കും മാറാലൊക്കെ ഒന്ന് തട്ടിയിട്ട് അവരെ രണ്ടാളെയും ഷെൽഫുകളാണിട്ടത്. അവർക്ക് രണ്ടാൾക്കും ഓരോ ഷെൽഫ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതായിരുന്നു. ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മീഷോന്നാണ്. ഇപ്പോൾ അവരുടെ രണ്ടാളും ബുക്സും അതുപോലെ തന്നെ അവരുടെ ചീപ്പ്, മുടിക്കുടുക്കി, ക്ലിപ്പുകൾ ഒക്കെ അതിലാണ് തൊട്ട് വെക്കുക. അതുകൊണ്ട് തന്നെ ഒന്നും പുറത്തുണ്ടാവില്ല, ഒക്കെ ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവരുടെ കളേഴ്സ്, കളറിംഗ് ബുക്കൊക്കെ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അവരുടെ ഫുൾ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊള്ളും. 6 ഷെൽഫാണിട്ടുള്ളത് അതിന്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അങ്ങോട്ടേക്ക് ഒരു സൈഡിലേക്കൊക്കെ ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാളും 2 ഭാഗത്തായിരുന്നു ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് തന്നെ അവരുടെ ഷെൽഫും അങ്ങനെ ആയിരുന്നു ഞാൻ ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്ന് മാറ്റി വെച്ചു. സ്റ്റഡി ടേബിളും ഷെൽഫൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ മറ്റേ സൈഡിൽ കട്ടിലിടാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ അനീഫ്ക മാറാലൊക്കെ തട്ടി തന്നു. പിന്നെ അതേപോലെ തന്നെ ഫാനൊക്കെ ഒന്ന് തുടച്ച് തന്നിട്ട് അനീഫ്ക ഒന്ന് പുറത്ത് പോയിട്ടോ. ആ സമയം ഞാൻ എന്താ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. ഒരുപാട് അങ്ങോട്ട് പൊടികളൊന്നുമില്ല, കാരണം നമ്മൾ കഴിഞ്ഞ റംസാനിൻ്റെ മുമ്പായിരുന്നു വൈറ്റ് വാഷ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാനേ ഉള്ളൂ. മാറാലൊന്നും അധികമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാനൊന്ന് അടിച്ചു വരുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഈ ഒരു റൂമും അതുപോലെ തന്നെ മേളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഫിദുവിന് പുതിയ ബെഡ് കട്ടിലുണ്ടാക്കിയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് ബെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്നിപ്പോൾ അവിടേക്കും ബെഡ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരുന്നതിന് മുന്നേ എനിക്ക് അവിടെ ഒന്ന് ക്ലീൻ ആക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങോട്ട് എടുത്തിട്ട് നനച്ചുളിപ്പണി ഒരു ദിവസം കൊണ്ടൊക്കെ തീർക്കലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അടുക്കള ഭാഗം മാത്രം ഒരു ദിവസം, ബാക്കിയുള്ളതൊക്കെ ഒരു ദിവസം അങ്ങനെയൊക്കെ എടുക്കലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ കഴിയില്ല, കാരണം ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചെടുക്കുമ്പോഴേക്ക് നന്നായിട്ട് ബാക്ക് പെയിൻ വരും കേട്ടോ. അതുകൊണ്ട് ഓരോ റൂം ആദ്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മക്കളെ റൂമൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഇന്നിപ്പോൾ ലഞ്ചിന് ഞാനിതാ ചോറ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പപ്പടം അതുപോലെ തന്നെ മീൻ പൊരിക്കുന്നുണ്ട്, മീൻ കറിയും വെക്കുന്നുണ്ട്. മീനെ ഒന്ന് മുളകിട്ടെടുക്കുകയാണ്. അനീഫ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് വാങ്ങിക്കുന്നാലേന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു ഒരുപാടൊന്നും ക്ലീൻ ആക്കുന്നില്ലല്ലോ ഇന്ന്, അപ്പോൾ പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പെട്ടെന്ന് അതിൻ്റെ ഇടയിലൊക്കെ ലഞ്ചാക്കിയെടുത്തത്. ഇനിയിപ്പം കുറച്ച് ഭാഗം കൂടെയൊക്കെ തുടച്ചെടുക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം മേളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ മക്കൾക്ക് പുതിയ കട്ടിലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അവർ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനും റൂമൊക്കെ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടു. അവരുടെ റൂമത്തെ കർട്ടനൊക്കെ ഒന്ന് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാ ഫിദുവിനുള്ള ബെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുകളിലോട്ട് കയറ്റിയൊക്കെ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ, കാരണം അത്യാവശ്യം നല്ല കനമുള്ള ബെഡാണ്. അപ്പോൾ അത് കയറൊക്കെ കെട്ടിയിട്ട് മുകളിലോട്ട് കയറ്റി. ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ ക്യാമറയിൽ ചാർജ് തീർന്നു പോയി. അപ്പോൾ പിന്നെ വീഡിയോ ഓൺ ആക്കിയപ്പോൾ ആണ് കണ്ടത് ചാർജ് ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറ്റിയൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അനീഫ്ക ഫാനൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞതാ കട്ടിലിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് പൊടിയുണ്ട്. കട്ടിലുണ്ടാക്കിയിട്ട് കുറച്ചായിട്ടോ. അപ്പോൾ അന്ന് ഉണ്ടാക്കിയൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയതായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല മാറാലയും പൊടിയൊക്കെ ഉണ്ട്. കാരണം ഈ കട്ടിലിന് ഇങ്ങനെ ഷെൽഫുള്ള കട്ടിലായതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ബോക്സ് ടൈപ്പ് കട്ടിലായതുകൊണ്ട് നമുക്ക് അടിച്ചു വരുമ്പൊന്നും അടിഭാഗം പെട്ടെന്ന് അടിച്ചു വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേളിലുള്ള പലക എടുത്താൽ മാത്രമേ ടോൾ ഭാഗമൊക്കെ ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അനീഫ്ക എനിക്ക് എടുത്തു തന്നു. പിന്നെ അടിച്ചു വരാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ശീല വെച്ചിട്ട് ഒക്കെ ഒന്ന് തുടച്ചിട്ട് എടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ ഇത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ലോണം മാറാലും പൊടിയൊക്കെ ഉണ്ട്. കട്ടിലുണ്ടാക്കി അന്ന് ഒന്ന് ക്ലീൻ ആക്കിയതാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി പോകുന്നല്ലാതെ ഇതിൻ്റെ മേളിലുള്ള പലക ഒന്ന് എടുത്തിട്ടൊന്നും നമ്മൾ അടിച്ചു വരില്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഞാൻ ഇത് തുടക്കുന്ന സമയത്ത് അച്ചു എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഷിനു ട്യൂഷന് പോയിട്ടുണ്ട്.
അങ്ങനെ ഞാൻ ഇതാ മുഴുവനായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നിതും ഞാനും കൂടെ ഇതാ ബെഡ് കട്ടിൽമേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരാൾക്ക് ഒറ്റക്കൊന്നും ഇതിൽ എടുത്ത് വെക്കാൻ കഴിയില്ല, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാ നല്ല പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അനീഫ്ക പുറത്ത് പോയിട്ട് വന്നിട്ടില്ല, ഇനി പുറത്ത് പോയി വന്നിട്ട് വേണം ഇതിൻ്റെ മുകളിലെ ആ ഷീറ്റൊക്കെ മാറ്റിയിട്ട് നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് കട്ടിലിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് ഞാൻ തട്ടിയിട്ടൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ ഏകദേശം രാത്രി ആയിരുന്നുണ്ട് നമ്മുടെ കട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല ഷിനുവിനും അച്ചുവിനും ഉള്ള കട്ടിലേന്ന് അവർ കൊണ്ടുവരാൻ വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെന്നെ കൊണ്ടുവന്നിട്ട് നമുക്ക് കുടുക്കിയൊക്കെ തന്നു കേട്ടോ. ഇതാണ് കട്ടിൽ. അപ്പോൾ അതുമ്മലേക്ക് ഇപ്പോൾ തൽക്കാലം ഒരു ബെഡാണുള്ളത്. അവർക്ക് പുതിയ ബെഡ് ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ നല്ലത് വാങ്ങിക്കണം. അപ്പോൾ തൽക്കാലം ഒരു ബെഡ് അതിട്ട് കൊടുത്തതാണ്. ഈ കട്ടുമ്മക്ക് ഈ ബെഡ് കുറച്ചൊരു വലിപ്പക്കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബെഡ് ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വന്ന് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, അച്ചു പരാതി പറയാണ്, കാക്കാക്ക് പുതിയ ബെഡ് വാങ്ങി ഞങ്ങൾക്ക് വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പരാതി പറയുന്നു. ഞങ്ങൾക്കും വേണം നല്ല ഹൈറ്റുള്ള ബെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും രണ്ടാവും നല്ല സന്തോഷത്തിലാണ്. കാരണം പുതിയ കട്ടിലൊക്കെ വാങ്ങി എന്നൊക്കെ അവർ സ്വന്തമായിട്ട് പുതിയ കട്ടിൽ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ താഴത്ത് ബെഡും കട്ടിലൊക്കെ ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം ഇതാ മേളിലേക്ക് കയറിയിട്ടുണ്ട്. മേളിലിതാ നമ്മുടെ ബെഡിൻ്റെ മേൽഭാഗത്ത് നിന്ന് മാത്രമേ കേട്ടോ കവർ പൊട്ടിച്ച് ഒഴിവാക്കിയിട്ടുള്ളൂ. സൈഡിൽ നിന്നും താഴെ ഭാഗത്തു നിന്നും കവർ ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റൊക്കെ അനീഫ്ക്കാൻ ഇട്ട് തന്നു. കാരണം എനിക്ക് ഈ ബെഡ് പൊന്തിക്കുമ്പോഴേക്ക് എനിക്ക് ബാക്ക് പെയിൻ കൂടും. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകിൽ നിതുവോ ഫിതുവോ അവർ ചെയ്യും, അല്ലെങ്കിൽ അനീഫ്ക്കാനിട്ടതാ അതുപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് തരിക. അത് താഴത്താണെങ്കിലും അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഞാൻ ജസ്റ്റ് രാവിലെ എണീറ്റ് പോകുമ്പോഴുള്ള ക്ലീനാക്കൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. നമ്മൾ അലക്കാനൊക്കെ ബെഡ്ഷീറ്റ് എടുത്താൽ ഇവരാരെങ്കിലും തന്നെയാണ് എനിക്ക് ഇട്ട് തരിക. കാരണം എൻ്റെ ബാക്ക് പെയിൻ വീണ്ടും അധികമായിട്ടുണ്ട്. മരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചു സുഖമുണ്ട് എന്നൊക്കെ. പക്ഷേ ഇപ്പോഴും വീണ്ടും ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ ബാക്ക് പെയിൻ കൂടുതലായിട്ട് വരും. ഇവിടെയും ഒരുപാട് പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജനവാതിൽമേലൊന്നും ജസ്റ്റ് ഒന്ന് തുടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പം ഇവിടേക്ക് വെക്കണം ഫിദുവിൻ്റെ ഡ്രസ്സും കൂടെ. ഇൻഷാ അല്ലാ എനിക്ക് ഒന്ന് ഒഴിവ് കിട്ടിയിട്ട് വേണം. കാരണം നിതു കിടക്കുന്ന റൂമിലാണ് അവരുടെ രണ്ടാളുടെയും ഡ്രസ്സ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ ഫിദുവിൻ്റെ ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുത്താൽ പിന്നെ രണ്ടാളും രണ്ട് റൂമിലായിക്കോളും. അപ്പോൾ ഇന്നത്തെ എൻ്റെ നനച്ചുളിപ്പണിയും അതുപോലെ തന്നെ ക്ലീനിങ്ങൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.